കൊറിയർ അല്ലെങ്കിൽ കാർഗോ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഒരു പേരാണ് DHL. അമേരിക്കയിലെ 3 ചെറുപ്പക്കാർ ചേർന്ന് തുടങ്ങിയ ചെറിയൊരു ഐഡിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് ജയന്റായി മാറിയ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. 1960കളിൽ ഷിപ്പിംഗ് ഇൻഡസ്ട്രി വളരെ സ്ലോ ആയിരുന്നു. അതിൽ പ്രധാന കാരണം എന്ന് പറയുന്നത് പേപ്പർ വർക്കിലും അതുപോലെ തന്നെ കസ്റ്റംസ് ക്ലിയറൻസിലും വരുന്ന കാലതാമസമായിരുന്നു. ആഴ്ചകളോളം എടുത്തിരുന്നു ഒരു കാർഗോ ക്ലിയറായി കസ്റ്റമറുടെ കയ്യിൽ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമേരിക്കയിലെ ഒരു 3 ചെറുപ്പക്കാർ ഒരു ക്രേസി ഐഡിയയുമായിട്ട് മുന്നോട്ട് വരുന്നത്. അതായത് എന്തുകൊണ്ട് കാർഗോ ഡെസ്റ്റിനേഷൻസ് എത്തുന്നതിന് മുമ്പ് തന്നെ കാർഗോയുടെ ഡോക്യുമെന്റ്സ് എല്ലാം അവിടെ എത്തിച്ച് ക്ലിയറൻസ് പ്രൊസീജിയേഴ്സ് ചെയ്തുകൂടാ. അങ്ങനെ ആകുമ്പോൾ ഒരു വലിയ സമയം നമുക്ക് ലാഭിക്കാൻ സാധിക്കും. അങ്ങനെ ആ 3 ചെറുപ്പക്കാർ അഡ്രിയാൻ ഡാൽസിയും ലാറി ഹിൽബ്ലോമും പിന്നെ റോബർട്ട് ലിനും 3 പേരും ചേർന്ന് അവരുടെ സർനെയിമിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് എല്ലാം ചേർത്ത് ഒരു കമ്പനി തുടങ്ങി. അതാണ് DHL. അങ്ങനെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഹൊണോലുലുവിലേക്ക് തങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അവർ ആദ്യത്തെ സർവീസ് ആരംഭിച്ചു. കാർഗോ എത്തുന്നതിനും ഒരുപാട് മുമ്പേ അവരവിടെ എത്തി കാർഗോ ക്ലിയർ ചെയ്ത് എല്ലാത്തിനും റെഡിയായി നിന്നു. അങ്ങനെ കാർഗോ എത്തിയ ഉടനെ തന്നെ അവർ ആ കാർഗോ കസ്റ്റമർക്ക് ഡെലിവർ ചെയ്തു. ഇങ്ങനെ റെക്കോർഡ് വേഗത്തിൽ കാർഗോ ക്ലിയർ ചെയ്യുന്ന DHL മാജിക് വളരെ വേഗത്തിൽ തന്നെ നാട്ടിൽ വാർത്തയായി. ഒരുപാട് പുതിയ ബിസിനസ് ഓണേഴ്സ് DHL സർവീസ് തേടിയെത്തി. അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡും ഫ്ലൈറ്റ് ടിക്കറ്റും വെച്ച് അവർ തുടങ്ങിയ ഈ ചെറിയൊരു സർവീസ് അമേരിക്കയും യൂറോപ്പും കടന്ന് ഏഷ്യയും കടന്ന് ലോകത്തിലെ തന്നെ വലിയൊരു ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കായി പടർന്ന് പന്തലിക്കുകയായിരുന്നു. 2002 ജർമ്മൻ കമ്പനിയായ ഡ്യൂഷെ പോസ്റ്റ് DHL ഏറ്റെടുത്തു. അങ്ങനെ ലോകത്തിലെ തന്നെ എതിരാളികളില്ലാത്ത ഒരു ലോജിസ്റ്റിക് ജയന്റായി DHL മാറുകയായിരുന്നു. ഫോളോ ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ വീഡിയോയുമായി വീണ്ടും കാണാം. Bye.